എത്ര മനോഹരമായാണ് ലാലേട്ടൻ ഈ സീസൺ ബിഗ് ബോസ് അവതരിപ്പിക്കുന്നത്. മോശം പറയരുത്, ഒരു അവതാരകൻ എന്ന രീതിയിൽ ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുള്ള ആളാണ് ശ്രീ മോഹൻലാൽ. എന്നാൽ ഈ സീസണിൽ, കഴിഞ്ഞ സീസണിലും ലാലേട്ടൻ അതിമനോഹരമായ രീതിയിൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ആ രേണുവിനോട് മാപ്പ് പറയാൻ പറയുന്നതും ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് വഴി നിങ്ങൾ വലുതാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് അവിടെ കാണിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, അടുക്കളയിൽ നടന്ന പ്രശ്നങ്ങൾ ലാലേട്ടൻ സോൾവ് ചെയ്തത് എല്ലാം നമ്മളൊരു മാതൃകയാക്കേണ്ട ഒരു ലാലേട്ടൻ്റെ ഒരു ഫിലോസഫി വളരെ വലിയ രീതിയിൽ അവിടെയുള്ള മത്സരാർത്ഥികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു അവതാരക എന്ന രീതിയിൽ ഒരുപാട് ലാലേട്ടൻ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹിന്ദിയിലെ സൽമാൻ ഖാനുമായിട്ടും അതുപോലെ തന്നെ കമലഹാസനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റേതായിട്ടുള്ള സ്റ്റൈല് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള അവതരണമാണ് ലാലേട്ടൻ ഇപ്പോൾ തുടർച്ചയായിട്ട് ബിഗ് ബോസിലെ എപ്പിസോഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ ബിഗ് ബോസിൻ്റെ TRP വലിയ രീതിയിൽ കുതിച്ചുയരുകയാണ്. ലോഞ്ചിങ് എപ്പിസോഡ് മാത്രം 13.86 പേരാണ് കണ്ടത്. അപ്പോൾ ആ രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബിഗ് ബോസിൽ കാഴ്ചവയ്ക്കുവാൻ, അവിടെയുള്ള പ്രേക്ഷകർക്ക് നൽകുവാൻ ലാലേട്ടന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സീസണിൻ്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആളുകൾ വെയിറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണം, അവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും ലാലേട്ടൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് എങ്ങനെ മത്സരാർത്ഥികളോട് ചോദിക്കുന്നു, അവരിൽ നിന്ന് എങ്ങനെ അഭിപ്രായങ്ങൾ നേടുന്നു, അത് വളരെ രസകരമായ രീതിയിൽ നമുക്ക് കണ്ടിരിക്കാം. അതായത് സമയം പോകുന്ന അറിയാത്ത രീതിയിലുള്ള ഒരു അവതരണം ലാലേട്ടൻ കാഴ്ചവെക്കുന്നുണ്ട്. അവതാരക എന്ന രീതിയിൽ ഈ സീസണിൽ ലാലേട്ടന് 100-ൽ 100 മാർക്ക് കൊടുക്കാതെ നിവർത്തിയില്ല.